ഹായ് ഓൾ എൽബിയൻ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് സെയിൽ ഓപ്പൺ ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല, സെയിൽസ് ക്ലോസിംഗ് പറ്റുന്നില്ല. സെയിൽസ് ക്ലോസിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു 10 ടിപ്പുകൾ അടങ്ങുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മുമ്പേ ചെയ്തൊരു വീഡിയോ ആണ്, എന്നിരുന്നാൽ പോലും അതിൽ പറയുന്ന കാര്യങ്ങൾ ഇന്നും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു വീഡിയോന്റെ ലിങ്ക് ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കൂടെ ഫുൾ ആയിട്ട് തുറന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ നിങ്ങൾക്ക് ക്ലോസിംഗ് കിട്ടാത്തതിന്റെ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഫസ്റ്റ് ടൈം ഇൻ സെയിൽസ് അഥവാ നോ എക്സ്പീരിയൻസ്. സെയിൽസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാർക്കറ്റിംഗിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം എക്സ്പീരിയൻസ് നമുക്കുണ്ടോ അത്രത്തോളം ഏർണിങ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും, അത്രത്തോളം സെയിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻകവും വലുത് തന്നെയായിരിക്കും. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. സെയിൽസിലോ ബാക്കിയുള്ള ഏതെങ്കിലുമൊക്കെ മേഖലയിലോ വേറെ ഏതെങ്കിലുമൊക്കെ കമ്പനിയിലൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടോ അല്ലെങ്കിൽ മുമ്പ് ചെയ്ത എക്സ്പീരിയൻസ് കൊണ്ടോ പുതിയ രീതിയിൽ ഇന്നത്തെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സംവിധാനത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അങ്ങനെ ഒരു പ്രീവിയസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായതുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നതിൽ ഭൂരിഭാഗവും പുതിയ ആളുകളാണ്, സെയിൽസോ മാർക്കറ്റിംഗോ ആയിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ വരുന്ന മെയിൻ ആയിട്ട് ഒരു പ്രശ്നമാണ് ഒബ്ജക്ഷൻ. ആ ഒബ്ജക്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നോ കേൾക്കാൻ ഭയങ്കര പേടിയാണ് എല്ലാവർക്കും. ഒരുപാട് നോ കേട്ടാൽ മാത്രമേ ഒരുപാട് യെസും കേൾക്കുകയുള്ളൂ എന്നതാണ് സെയിൽസിന്റെ ഒരു ബേസിക് മാനദണ്ഡം. എത്രത്തോളം നോ കേൾക്കാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം യെസ് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നോ കേൾക്കാൻ പഠിക്കുക, സെയിൽസിനെ കുറിച്ച് മനസ്സിലാക്കുക, മാർക്കറ്റിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കുക. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു നോളജ് പാക്ഡ് ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ കിട്ടുന്ന എക്സ്പീരിയൻസും കൂടെ മിങ്കിൾ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സെയിൽസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുന്നതാണ്. നോ എക്സ്പീരിയൻസ് എന്നുള്ളത് ഒരു പ്രധാന റീസൺ തന്നെയാണ് സെയിൽസ് കുറവ് എന്നുള്ളതിന്. രണ്ടാമത്തെ കാര്യമാണ് റിയൽ പ്രോസ്പെക്ടിങ്. നമ്മൾ പലപ്പോഴും കാണുന്നത് നമ്മുടെ യഥാർത്ഥ കസ്റ്റമറെ അല്ല. ആണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾക്ക് സെയിൽ കിട്ടുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സെയിൽ കിട്ടുന്നില്ല എന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ കാണുന്ന പ്രോസ്പെക്ടിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ എത്തരത്തിലുള്ള ആളുകളാണ് എന്നത് മനസ്സിലാക്കിയാൽ മതി, അല്ലെങ്കിൽ അതിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ മതി. അപ്പൊ ഒരു ഉദാഹരണത്തിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമ്മളുടെ പ്രോസ്പെക്ട് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ എന്നല്ല, ടോട്ടൽ ബിസിനസ്സിൽ നമ്മൾക്ക് കുറച്ച് കണ്ടീഷൻസ് വെക്കാൻ വേണ്ടി പറ്റും. ഒരു 6ഓളം കണ്ടീഷൻസ് ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഫൈനാൻഷ്യൽ ഫിറ്റ് ആയിരിക്കണം നമ്മൾ കാണുന്ന പ്രോസ്പെക്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രോസ്പെക്ട്. ഫൈനാൻഷ്യൽ ഫിറ്റ് എന്താ? പണം ഉള്ളവനാണ് പ്രോസ്പെക്ട്. പണക്കാരൻ എന്നല്ല അർത്ഥമാക്കുന്നത്. പണം ഉള്ളവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്ലാൻ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ സമയത്ത് ആ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ബാക്കപ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാവണം. അപ്പൊ അതിനർത്ഥം എന്താ? ഒരു ജോലിയൊക്കെ ചെയ്യുന്ന ഒരാള്, ഒരു ഫാമിലിനെ ഒറ്റയ്ക്ക് നയിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിനുള്ള ഒരു ഫൈനാൻഷ്യൽ ബാക്കപ്പ് അദ്ദേഹത്തിന് ഉണ്ടാവും. അപ്പൊ ആ രീതിയിലൊക്കെയുള്ള ആളുകളെയാണ് നമ്മളുടെ റിയൽ പ്രോസ്പെക്ടിന്റെ ഭാഗമായിട്ട് ഫൈനാൻഷ്യൽ ഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പൈസ എടുത്തു തരാനുള്ള ഒരു പവർ അദ്ദേഹത്തിന് ഉണ്ടാവണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഭാഗം ഇതാണ്, ഡിസിഷൻ മേക്കിംഗ് ഫിറ്റ് എന്ന് പറയും. തീരുമാനമെടുക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ പ്രോസ്പെക്ട്. അതായത് നമ്മൾ ഒരു കാര്യം പറയുന്നു, സംസാരിക്കുന്നു, അപ്പോൾ അതിലൊരു തീരുമാനം എടുക്കാൻ അദ്ദേഹത്തിന് തന്നെ ഒരു കഴിവുണ്ടായിരിക്കണം. അല്ലാതെ അദ്ദേഹം വേറെ ആളുകളോട് ചോദിച്ചിട്ട് തീരുമാനം എടുക്കുന്ന ഒരാളാണ്, ഫാമിലിയിലെ എല്ലാവരോടും ചോദിച്ചിട്ട് തീരുമാനം എടുക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു നോക്കിയിട്ട് പതിയെ മാസങ്ങൾക്ക് ശേഷം ഒരു തീരുമാനം എടുക്കുന്ന ഒരാളാണെങ്കിലും നമ്മൾക്ക് അത് സ്യൂട്ടബിൾ ആയിട്ട് വരില്ല. കുറച്ചൊക്കെ നോക്കാം, കുറച്ചൊക്കെ ടൈം എടുക്കാം, ഒരു 24 hours അല്ലെങ്കിൽ ഒരു 48 hours അല്ലെ. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ സെയിൽ ആവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. പിന്നെ പഠിച്ചിട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വരാൻ വിചാരിച്ച ഒരാളാണെങ്കിൽ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ തീരുമാനമൊക്കെ എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഈ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതൊന്നും അല്ലാതെ ഇങ്ങനെ തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞ് കുറെ മാസങ്ങൾ നീട്ടി പോകുന്ന ഒരു പ്രോസ്പെക്ട് നമ്മളുടെ യഥാർത്ഥ പ്രോസ്പെക്ട് അല്ല. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കാര്യം സിറ്റുവേഷൻ ഫിറ്റ് ആണ്. ഈ കാര്യങ്ങൾ ചെയ്യാൻ, നമ്മൾ ഉദ്ദേശിക്കുന്ന വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ അദ്ദേഹത്തിനുണ്ടോ? ഇപ്പൊ 9 to 5 വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, സൺഡേയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ആ ഒരു 5 മണിക്ക് ശേഷം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോ ഡിജിറ്റൽ ആയിട്ടുള്ള രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ വേണമെങ്കിലും ഡ്യൂട്ടിയുടെ ഇടയിൽ അദ്ദേഹത്തിന് അത് കോർഡിനേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു 9 to 5 വർക്കിനിടയിലുള്ള ആളുകൾക്ക് പറ്റും. പക്ഷേ 9 to 9 അല്ലെങ്കിൽ 9 to 7, 9 to 8 ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇത് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് തന്നെയാണ് എന്റെ ഉത്തരം. കാരണം അദ്ദേഹത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. ഫോളോ അപ്പ് ചെയ്യാനും പ്ലാൻ കൊടുക്കാനും ഫിസിക്കൽ
ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അതിന്റെ ഫോളോ അപ്പ് ചെയ്യാനും ഒക്കെ തന്നെ ഒരുപാട് പരിമിതികൾ ഉണ്ടാവും. അപ്പോൾ ആ റിയൽ പ്രോസ്പെക്റ്റിനെ കണ്ടെത്താത്തതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്. നിങ്ങൾ പോകുന്നത് ഇത്തരത്തിലുള്ള പരിമിതികളും ഡിസിഷൻ മേക്കിംഗ് സ്കില്ലും പൈസയൊന്നും ഇല്ലാത്ത ആളുകളുടെ അടുക്കലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റാത്തത്. മൂന്നാമത്തെ കാര്യം നിങ്ങൾ പരിശോധിക്കേണ്ടത് നിങ്ങൾ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഫേം, അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഫേം നല്ല ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഫേം ആണോ എന്നതാണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുന്ന പ്രൊഡക്റ്റുകളാണോ, നിങ്ങളൊരു കസ്റ്റമർ ആയി കഴിഞ്ഞാൽ വാങ്ങുന്ന പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നെയാണോ, അതുപോലെ തന്നെ കമ്പനിയുടെ സ്റ്റെബിലിറ്റി, കമ്പനിയുടെ മാനേജ്മെന്റ്, ഇതൊക്കെ പവർഫുൾ ആയിട്ടുള്ള മാനേജ്മെന്റും സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ കമ്പനിക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു കമ്പനിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ പുറമെ പോയിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരും കുറച്ച് കാര്യങ്ങൾ നോക്കുമ്പോൾ അവർക്ക് അത് മനസ്സിലാവും കമ്പനി സ്റ്റേബിൾ അല്ല എന്നുള്ളത്. അപ്പോൾ അവരെങ്ങനെ നമ്മുടെ കൂടെ നിൽക്കും? അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് സെയിൽ കിട്ടാത്തത്. ഒരു റീസൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിലും ഇതൊക്കെ തന്നെ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് കമ്പനികളും പവർഫുൾ ആയിട്ടുള്ള കമ്പനികൾ തന്നെയായിരിക്കും. ആ കമ്പനികളിൽ മാത്രമേ, ലിസ്റ്റിലുള്ള കമ്പനികളിൽ മാത്രമേ നമ്മൾ ചെയ്യാനും പാടുള്ളൂ. ഇതാണ് ഒരു അഡ്വൈസ് തരാനുള്ളത്. അപ്പോൾ നല്ല കമ്പനികൾ നോക്കി പ്രവർത്തിക്കുക, നല്ല പ്രൊഡക്റ്റ് ഉള്ള, നല്ല റിസൾട്ട് ഉള്ള, നല്ല ഫേമിലെ, നല്ല ഒരു മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, നല്ല ലീഡേഴ്സിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെയിൽ എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ആ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് നോ കേൾക്കേണ്ടി വരില്ല. നാലാമത്തെ കാര്യമാണ് ലാക്ക് ഓഫ് നോളജ്. ഇതിനെ കുറിച്ചിട്ട് പല തവണകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഡസ്ട്രിനെ കുറിച്ചിട്ടോ ഈ ഒരു മേഖലയെ കുറിച്ചിട്ടോ കമ്പനിയെ കുറിച്ചിട്ടോ ഒന്നും തന്നെ, പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടോ ഇൻകം പ്ലാനിനെ കുറിച്ചിട്ടോ ഒന്നും തന്നെ അറിവില്ല. അല്ലെങ്കിൽ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം അറിയാം, ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അറിയില്ല. ഇത് ഏത് കണ്ടീഷൻ ആണെങ്കിലും ലാക്ക് ഓഫ് നോളജ് എന്ന് പറയുന്ന ഭാഗത്തിൽ തന്നെ വരും. നിങ്ങൾക്ക് ഇന്നത്തെ മാർക്കറ്റിനനുസരിച്ചുള്ള സെയിൽസ്, മാർക്കറ്റിംഗ് ഐഡിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരിക്കുന്ന മാർക്കറ്റിംഗ് രീതിയെ പോലെ നേരിട്ട് കണ്ടിട്ട് മാത്രം മാർക്കറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ട് മാത്രം പ്ലാൻ പറയുക, ഡിജിറ്റൽ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നില്ല, എപ്പോഴും നമ്മൾ ഔട്ട് ബോണ്ട് എൻക്വയറി മാത്രം ചെയ്തുകൊണ്ടേയിരിക്കുക. അതായത് നമ്മൾ അങ്ങടേക്ക് പോയിട്ട് അപ്രോച്ച് ചെയ്യുന്ന രീതി, പക്ഷെ നമ്മളിലേക്ക് ഇങ്ങടേക്ക് എൻക്വയറി വരുന്ന രീതി ആർക്കും അറിയില്ല, ആരും ചെയ്യുന്നില്ല ഇപ്പോഴും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ. അപ്പോൾ അതൊക്കെ പരിശീലിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് നോളജും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്താൽ മാത്രമേ ഇനിയുള്ള കാലഘട്ടത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പൊ നോളജ് എന്ന് പറയുന്ന കാര്യത്തിൽ പുതിയ മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ, കമ്പനിയുടെ ഡീറ്റെയിൽസ്, കമ്പനിയുടെ അപ്ഡേഷൻസ്, പ്രൊഡക്റ്റിന്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. മുമ്പേ പരിശീലിപ്പിച്ചു വരുന്ന പല കാര്യങ്ങളും, ഉദാഹരണത്തിന് കമ്പനിയുടെ പ്രൊഫൈല്, പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും അറിയാം, ഇൻകം പ്ലാൻ ഉൾപ്പെടെ. പക്ഷെ ഇന്നത്തെ മാർക്കറ്റിംഗ് രീതികളും ഡിജിറ്റൽ ആയിട്ടുള്ള പല കാര്യങ്ങളും തന്നെയാണ് എല്ലാവരുടെയും ഒരു ന്യൂനതയായിട്ട് ഞാൻ ഈ മാർക്കറ്റിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് സെയിൽസ് കിട്ടാത്തതിന്റെ ഇഷ്യൂ ഉള്ളത്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് തന്നെയാണ്. തൊട്ട് മുമ്പേ അത് പറഞ്ഞു കഴിഞ്ഞു. ഡോണ്ട് നോ ഡിജിറ്റൽ വേ ഓഫ് പ്രോസ്പെക്ടിങ്. ഡിജിറ്റൽ ആയിട്ടുള്ള രീതിയിലുള്ള പ്രോസ്പെക്ടിങ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു, രണ്ട് രീതിയിൽ നമ്മളിലേക്ക് എൻക്വയറി വരും. അത് ഒന്ന് ഇൻബൗണ്ട് എൻക്വയറി, രണ്ട് ഔട്ട് ബൗണ്ട് എൻക്വയറി. ഔട്ട് ബൗണ്ട് എൻക്വയറി എന്താ? നമ്മൾ അങ്ങടേക്ക് അപ്രോച്ച് ചെയ്യുന്നതാണ് ഔട്ട് ബൗണ്ട് എൻക്വയറി, നമ്മളിലേക്ക് വരുന്നതാണ് ഇൻബൗണ്ട് എൻക്വയറി. വളരെ സിമ്പിൾ ആയിട്ട് പറയാം. അപ്പോ ഈ രീതിയിലുള്ള രണ്ട് എൻക്വയറി ഉണ്ടെങ്കിലും രണ്ട് രീതിയിലും സെയിൽ നടക്കും. പക്ഷെ പ്രൊഫഷണലിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു കൾച്ചർ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇൻബൗണ്ട് എൻക്വയറി റിലേറ്റഡ് ആണ്. അതായത് ആവശ്യക്കാർ നമ്മളിലേക്ക് വരണം. അപ്പോൾ ആവശ്യക്കാരെ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മാത്രമേ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ മാത്രമേ, FBയിൽ ഉണ്ടെങ്കിൽ മാത്രമേ, ഇൻസ്റ്റയിൽ ഉണ്ടെങ്കിൽ മാത്രമേ, യൂട്യൂബിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് നാളത്തെ സെയിലിന്റെ ഭാഗമാകാൻ പറ്റൂ എന്നുള്ളത് നെറ്റ്വർക്കേഴ്സ് ഇനിയെങ്കിലും മനസ്സിലാക്കണം. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നേരിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ്, അത്യാവശ്യം സൂമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുള്ള രീതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒതുക്കത്തെ നിങ്ങൾ പൊട്ടിച്ചെറിയുക. അത് നിങ്ങളുടെ കംഫർട്ട് സോൺ ആയിട്ടാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. മുമ്പ് അങ്ങനെയല്ല. മുമ്പ് അത് കംഫർട്ട് സോൺ അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അതെന്താ? കംഫർട്ട് സോൺ ആണ്. എന്ത്? നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് നേരിട്ട് അങ്ങടേക്ക് പോയിട്ട് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതും ഡിജിറ്റൽ ആയിട്ട് ഇപ്പൊ സൂമിലൂടെയൊക്കെ നിങ്ങൾ അത്യാവശ്യം പ്ലാൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് ഓക്കെയാണ്. പക്ഷെ എന്നാൽ അതും കൂടി അതിൽ ഉൾപ്പെടുത്താം. അത് പ്ലസ് ഫിസിക്കലായിട്ട് നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ, ഇതെല്ലാം എന്താ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കംഫർട്ട് സോൺ ആണ് നെറ്റ്വർക്കിൽ. ആ കംഫർട്ട് സോൺ ഒന്ന് പൊട്ടിച്ചെറിയുക. ആ പൊട്ടിച്ചെറിയുന്ന സിറ്റുവേഷൻ ആണ് ഡിജിറ്റൽ സോൺ എന്ന് പറയുന്നത്. അപ്പൊ കംഫർട്ട് സോൺ പൊട്ടിച്ചെറിഞ്ഞ് ഡിജിറ്റൽ സോണിലേക്ക് എല്ലാവരും കടന്നു വരേണ്ട കാലം കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനി എത്ര ഏജ് ഉണ്ടെന്നോ ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയില്ല എന്നോ ഇതൊന്നും മാറ്റർ അല്ല. അറിയില്ലെങ്കിൽ അത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രതിവിധി. അടുത്ത നെറ്റ്വർക്ക് മാർക്കറ്റ് ഇൻഡസ്ട്രിയിലെ സെയിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, ഹ്യൂജ് പ്രോഫിറ്റ് നിങ്ങൾക്ക് ഏൺ ചെയ്യണമെങ്കിൽ, ഹ്യൂജ് ഇൻസെന്റീവ് നിങ്ങൾ ഏൺ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളെ കൊണ്ട് മനസ്സിലാക്കിപ്പിച്ചിരിക്കും. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.